ഞാൻ കല്യാണി. നിങ്ങൾക്ക് എന്നെ അറിയോ? ഈ അടുത്ത ദിവസം ഞാൻ നിങ്ങളെയൊക്കെ വിട്ടുപോയി. പക്ഷേ എൻ്റെ ആത്മാവിന് ഒരു സങ്കടം എന്നെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്ന്. ഞാൻ കല്യാണി. 3 ആണ്ടുകൾക്ക് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ വന്നു വീണ ഒരു കുഞ്ഞു ബിന്ദു. ഞാൻ വളരെയേറെ സന്തോഷിച്ചു. പിന്നെ എൻ്റെ അമ്മയുടെ പരിചരണം, തലോടൽ ഒക്കെ ഞാൻ ആസ്വദിച്ചു. എങ്കിലും പുറം ലോകം കാണാനുള്ള ഒരു വെമ്പലിലായിരുന്നു ഞാൻ. അമ്മയെ ചവിട്ടിയും തൊഴിച്ചും നീണ്ട 9 മാസങ്ങൾ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നു. പുറത്തു വരുമ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചതും ആഗ്രഹിച്ചതും എന്താണെന്നോ? എൻ്റെ അമ്മയുടെ മുഖമൊന്ന് കാണണമെന്ന്. ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചോ? അമ്മയുടെ നെഞ്ചിലേക്ക് ചേർത്ത് വച്ചിരുന്നുവോ? അറിയില്ല. എങ്കിലും ആ നിമിഷങ്ങൾ ഞാൻ വളരെ ആനന്ദിച്ചു. അതായത് അമ്മ മാറോട് ചേർക്കുന്നു, വാത്സല്യധാര പകരുന്നു, തഴുകുന്നു, തലോടുന്നു. അങ്ങനെ പിച്ചവച്ച് നടന്നും കൊഞ്ചിച്ചിരിച്ചും അംഗനവാടിയിലേക്ക് പോകാനുള്ള ആ ഒരു സമയം. ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എൻ്റെ അമ്മയുടെ കൈവിരൽ തുമ്പുവിട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ, മറ്റൊരിടത്തേക്ക് മാറി നിൽക്കാൻ. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മയെ. പിന്നെ അമ്മ പറഞ്ഞു, മോൾക്ക് പഠിക്കണമല്ലോ. അങ്ങനെ ഈ അടുത്ത സമയത്ത് ഞാൻ അംഗനവാടിയിൽ ചേർന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും അമ്മ കൊണ്ടാക്കി കടന്നു പോകുന്ന ആ നിമിഷം എനിക്ക് സഹിക്കാനേ കഴിഞ്ഞില്ല. ആദ്യമായി കൊണ്ട് അമ്മ അംഗനവാടിയിൽ വിട്ട ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്നെ ടീച്ചറമ്മ അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ പുറം വാതിലിൽ അമ്മ തിരിഞ്ഞു നടക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. എന്നെ പിരിഞ്ഞു പോകുന്നതിൽ അമ്മ സങ്കടപ്പെട്ടിരുന്നുവോ? അമ്മ കണ്ണു തുടയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതെൻ്റെ വെറും തോന്നലായിരുന്നുവോ? അറിയില്ല. പിന്നെ ഓരോ നിമിഷവും വാതിൽക്കൽ വന്നെത്തി നോക്കുന്നത് എൻ്റെ അമ്മ എന്നെ വിളിക്കാനായി അടുത്ത് വരുന്ന നിമിഷങ്ങളാണ്. അച്ഛനും എന്നോട് നല്ല സ്നേഹമായിരുന്നു കേട്ടോ. മറ്റ് വീട്ടിലെ കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല. ഞാൻ കണ്ട ഒരു കുറച്ച് മാസങ്ങളുടെ കാര്യങ്ങളെ എനിക്ക് ഓർമ്മയുള്ളൂ. ആ ഓർമ്മയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അംഗനവാടിയിലെ കൂട്ടുകാരോട് വളരെ സ്നേഹത്തോടെയാണ് ഞാൻ പെരുമാറിയത്. പിന്നെ അമ്മ വിളിക്കാൻ വന്നില്ല, അല്ലെങ്കിൽ അമ്മയെ കണ്ടില്ല എന്നുള്ള സങ്കടമൊക്കെ ഞാൻ മറന്നു. അത്ര സ്നേഹമായിരുന്നു, വാത്സല്യമായിരുന്നു ടീച്ചറമ്മയ്ക്കും ആൻറ്റിക്കും ഒക്കെ. ഞാനൊരു കുസൃതിയാണ് എന്നാണ് ടീച്ചറമ്മ അമ്മയോട് പറയുന്നത്. അത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കുസൃതി എന്ന് പറയുമ്പോൾ ടീച്ചറുടെ മുഖത്ത് വാത്സല്യമാണ് ഞാൻ കണ്ടിരുന്നത്. അങ്ങനെ ഈ അടുത്ത ദിവസം അമ്മ എന്നെ വിളിക്കാൻ വന്നു. ചിലപ്പോഴൊക്കെ അമ്മ നേരത്തെ വരും കേട്ടോ. അതുകൊണ്ട് ഇന്ന് നേരത്തെ വന്നപ്പോഴും എനിക്ക് അതിലൊരു ഇത് തോന്നിയില്ല. എങ്കിലും ഞാൻ ഫുഡ് കഴിക്കുന്ന സമയമായതുകൊണ്ട് ആ അമ്മ പുറം വാതിൽക്കൽ ഇരുന്ന് ഞാൻ കഴിക്കുന്നത് നോക്കിയിരുന്നുവോ എന്നറിയില്ല. ഞാൻ ആഹാരം കഴിച്ച് തീരുന്നത് വരെ അമ്മ എന്നോടൊപ്പം അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയാണ്. പിന്നെ ടീച്ചറമ്മ തന്ന ഒരു മിഠായി കഴിച്ചു, പിന്നെ അല്പം പാല് കുടിച്ചു. എന്നിട്ട് കൂട്ടുകാരോടും ടീച്ചറിനോടും ആൻറ്റിയോടുമൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ വാതിൽ കടന്നു. എന്തോ ടീച്ചറമ്മ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. അമ്മ എന്നെ ഒക്കത്തെടുത്തു. കുറേ ദൂരം നടന്നു. വീട്ടിലേക്കല്ല എന്ന് തോന്നിയപ്പോൾ അമ്മയോട് ചോദിച്ചു, വീട്ടിൽ പോകണ്ടേ എന്ന ഒരു ചോദ്യം. അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയുടെ ഒക്കത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാലുകൾ കൊണ്ട് അമ്മയെ ഇക്കിളിയാക്കി.
പിന്നെ എൻ്റെ കൈകൾ കൊണ്ട് അമ്മയുടെ ചുമലിലൂടെ ചേർത്ത് പിടിച്ചു. പിന്നെ ഇടയ്ക്ക് അമ്മയുടെ മുഖത്ത് കൈവിരലോടിച്ചു. അപ്പോഴൊക്കെ അമ്മയുടെ ചിന്ത എന്തായിരുന്നു എന്നെനിക്കറിയില്ല. അമ്മ എന്നെ നോക്കുന്നുണ്ടായിരുന്നുവോ? എൻ്റെ അമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നുവോ? അറിയില്ല. ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു. പുറം ലോകത്തെ കാഴ്ചകളിലേക്ക് ആയിരുന്നു എൻ്റെ മനസ്സ്. കുറേ ദൂരം നടന്ന് അമ്മയുടെ ഒക്കത്തിരുന്ന് കുറേ ദൂരം അമ്മ നടന്നു പോകുമ്പോഴും ഞാൻ ഒക്കത്തിരുന്നപ്പോഴും ഞാൻ അറിഞ്ഞില്ല അമ്മ എന്നെ ദൂരേക്ക് വലിച്ചെറിയുവാൻ പോവുകയാണെന്ന്. എന്തോ വീണ്ടും വീണ്ടും അമ്മയെ ഞാൻ മുറുകെ പിടിച്ചു എന്നൊരു തോന്നൽ. എനിക്കറിയില്ല അതെന്തിനായിരുന്നുവെന്ന്. കുറേ ദൂരം നടന്നു. വലിയൊരു പുഴ എന്ന് അമ്മ പറഞ്ഞതാണോ എനിക്കറിയില്ല. ഒക്കത്ത് നിന്ന് അമ്മ പെട്ടെന്ന് തന്നെ എടുത്തു. അപ്പോൾ എന്തോ അമ്മയെ ഒന്ന് മുറുകെ പുണർന്ന് പിടിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ കൈവിരൽ ചേർത്ത് അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചു. അമ്മ എൻ്റെ കൈകൾ എടുത്തു മാറ്റിയോ? അമ്മയുടെ ശരീരത്തിൻ്റെ ചൂടിൽ നിന്ന് എന്നെ അകറ്റിയോ? പിന്നെ ദൂരേക്ക് ഞാൻ അകന്നു പോകുന്നത് അറിഞ്ഞു. അമ്മേ എന്ന് ഞാൻ വിളിച്ചു. 1000 പ്രാവശ്യം ഉറക്കെ വിളിച്ചു. എൻ്റെ അമ്മ കേട്ടില്ല. ഏതോ ഒരു അഗാധ തലത്തിലേക്ക് ഞാൻ വീണു. വിതുമ്പുന്നു കേട്ടോ. എനിക്ക് സങ്കടം കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. എനിക്ക് 3 വയസ്സല്ലേ. അമ്മ എന്നെ വലിച്ചെറിയാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എനിക്കറിയില്ല. ഓരോടൊക്കെയോ ഉള്ള ദേഷ്യമാണോ? അമ്മയുടെ സങ്കടങ്ങളാണോ? അതോ അമ്മ മനഃപൂർവ്വം ചെയ്തതാണോ? ഈ കുഞ്ഞു മോൾക്ക് ഒന്നും അറിയില്ല. വെള്ളത്തിലൂടെ ഊളിയിട്ട് ഇരുളിൻ്റെ അഗാധ തലത്തിലേക്ക് ആണ്ടുപോകുമ്പോഴും എൻ്റെ കുഞ്ഞു മനസ്സിൽ അമ്മേ എന്നുള്ളൊരു നിലവിളിയായിരുന്നു. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ആയിരിക്കുമോ അമ്മ പോയത്? കുറേ ദൂരം നടന്നപ്പോൾ അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നിയില്ലേ? അറിയില്ല. എല്ലാവരും പറയുന്നത് പോലെ ഈ ഭൂമിയിലെ വാസം ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും എൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, എൻ്റെ അമ്മയെ വിട്ട്, ഈ ലോകത്തെ വിട്ട് എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. എൻ്റെ അമ്മയെ കാണാതെ എനിക്ക്, എൻ്റെ അച്ഛനെ കാണാതെ, എൻ്റെ ടീച്ചർ അമ്മയെ കാണാതെ, എൻ്റെ കൂട്ടുകാരെ കാണാതെ, കളിവാക്കുകൾ ചൊല്ലാതെ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് ഞാൻ പോകുന്നു. പക്ഷേ എൻ്റെ ആത്മാവിലൊരു സന്തോഷം തോന്നിയത് 10 മാസത്തോളം ഉദരത്തിൽ ചുമന്ന പെറ്റമ്മയ്ക്കോ എൻ്റെ വീട്ടുകാർക്കോ ഇല്ലാത്ത ഒരു ആകാംക്ഷയും വേദനയും ആരിലൊക്കെയോ ഞാൻ കണ്ടു. എന്നെ കാണാനില്ല എന്ന ആ ഒരു വാർത്ത വന്നതു മുതൽ ആരൊക്കെയോ എനിക്ക് വേണ്ടി, ഈ ലോകം ഒറ്റക്കെട്ടായി നിന്ന് എനിക്ക് വേണ്ടി വെപ്രാളം കൊള്ളുകയായിരുന്നു. അമ്മ അപ്പോഴും ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കാതെ, എന്നെ ഓർക്കാതെ നിർനിമേഷയായി നിൽക്കുന്നു. അമ്മ ഒരിക്കൽ എവിടേക്ക് എന്നെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ ലോകത്തിലേക്ക് തിരിച്ചു വന്നേനെ. ഞാൻ വരണമെന്ന് എൻ്റെ അമ്മ ആഗ്രഹിക്കാത്തതായിരിക്കാം. അമ്മ വളരെ വൈകിയാണ് എന്നെ എറിഞ്ഞ സ്ഥലം പറഞ്ഞു കൊടുത്തത്. അപ്പോഴേക്കും ഞാനെന്ന ആ ജീവൻ ഈ ഭൂമി വിട്ട് അകലേക്ക് പോയിരുന്നു. എനിക്ക് വയ്യ, ഇനി പറയാൻ വാക്കുകളില്ല. എല്ലാവർക്കും ഈ കുഞ്ഞു മോളുടെ ഒരു നന്ദി. ഉറ്റവർക്ക് വേണ്ടാത്ത ഞാനെന്ന ഈ 3 വയസ്സുകാരിയെ ചേർത്ത് പിടിക്കുവാൻ, രക്ഷിക്കുവാൻ നിങ്ങൾ കാണിച്ച ആ ഒരു വെമ്പൽ, അത് മാത്രം മതി ഇനി അകലങ്ങളിലിരുന്ന് നിങ്ങളെ ഓർക്കാനും എനിക്ക് സന്തോഷിക്കാനും. കല്യാണി വിട പറയുകയാണ്.